ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നും ദൈവവചനം നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവമേ, ഈ പുതിയ ദിനത്തിൻ്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ. ഈ ധ്യാന സമയത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന പുറപ്പാട് പുസ്തകം 29 അധ്യായം 29 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗമാണ്. അഹരോന്റെ വിശുദ്ധ വസ്ത്രം അവന്റെ ശേഷം അവന്റെ പുത്രന്മാർക്കുള്ളതാകണം. അത് ധരിച്ച് അവൻ അഭിഷേകവും കരപൂരണവും പ്രാപിക്കണം. അവന്റെ പുത്രന്മാരിൽ അവനു പകരം പുരോഹിതനായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുന്നവർ 7 ദിവസം അത് ധരിക്കണം. കരപൂരണത്തിൻ്റെ ആട്ടുകൊറ്റനെ എടുത്ത് അതിൻ്റെ മാംസം വിശുദ്ധമായൊരു സ്ഥലത്ത് വെച്ച് പാകം ചെയ്യണം. ആട്ടുകൊറ്റൻ്റെ മാംസവും കൊട്ടയിലുള്ള അപ്പവും അഹരോനും അവൻ്റെ പുത്രന്മാരും സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ വെച്ച് തിന്നണം. അവരുടെ കരപൂരണത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുന്ന വസ്തുക്കളെ അവർ തിന്നണം. അവ വിശുദ്ധമായിരിക്കിയാൽ അന്യൻ തിന്നരുത്. കരപൂരണ യാഗത്തിൻ്റെ മാംസത്തിലും അപ്പത്തിലും വല്ലതും പ്രഭാതകാലം വരെ ശേഷിച്ചിരുന്നാൽ ആ ശേഷിപ്പ് തീയിലിട്ട് ചുട്ടുകളയണം. അത് വിശുദ്ധമാകൊണ്ട് തിന്നരുത്. അങ്ങനെ ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നീ അഹരോനും അവൻ്റെ പുത്രന്മാർക്കും ചെയ്യണം. 7 ദിവസം അവർക്ക് കരപൂരണം ചെയ്യണം. പ്രായശ്ചിത്തത്തിനായി ദിവസേന ഓരോ കാളയെ പാപയാഗമായി അർപ്പിക്കണം. യാഗപീഠത്തിനും പ്രായശ്ചിത്തം കഴിച്ച് പാപശുദ്ധി വരുത്തുകയും അതിനെ ശുദ്ധീകരിക്കേണ്ടുന്നതിന് അഭിഷേകം ചെയ്യുകയും വേണം. 7 ദിവസം നീ യാഗപീഠത്തിനായി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിക്കണം. യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. യാഗപീഠത്തെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ ഈ തിരുവചന ഭാഗം ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിത ശുശ്രൂഷയുടെ തുടർച്ചയും യാഗപീഠത്തിൻ്റെ വിശുദ്ധീകരണവുമാണ് വിവരിക്കുന്നത്. അഹരോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവൻ്റെ പിൻഗാമികൾക്ക് കൈമാറണം എന്ന് ദൈവം ഈ വചനത്തിലൂടെ കൽപ്പിക്കുന്നു. അതിലൂടെ ദൈവ ശുശ്രൂഷ ഒരു വ്യക്തിയുടെ മഹത്വമല്ല, തലമുറകളിലൂടെ തുടരുന്ന വിശുദ്ധമായ ഒരു ദൗത്യമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. 7 ദിവസം യാഗപീഠം വിശുദ്ധീകരിക്കണമെന്ന് ദൈവം നിർദ്ദേശിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ട ആ യാഗപീഠത്തെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഈ വചനഭാഗം നമ്മെ 3 ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമത്, ദൈവത്തിൻ്റെ ദൗത്യം തലമുറകളിലേക്ക് കൈമാറപ്പെടേണ്ട അമൂല്യ നിക്ഷേപമാണ്. നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും കുടുംബങ്ങളിൽ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. രണ്ടാമത്, വിശുദ്ധീകരണം ഒരു നിമിഷത്തെ അനുഭവമല്ല, അത് ദൈവത്തോടൊപ്പം ദിനം പ്രതി വളർന്നു വരുന്ന ഒരു ജീവിതമാണ്. മൂന്നാമതായി, യേശുക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ യാഗപീഠം. അവിടുത്തെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതവും വിശുദ്ധീകരിക്കപ്പെടുന്നു.
ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, എൻ്റെ ജീവിതം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതാണോ? എൻ്റെ കുടുംബത്തിൽ വിശ്വാസത്തിൻ്റെ പാരമ്പര്യം ഞാൻ കൈമാറുന്നുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തെ വിശുദ്ധമാക്കുന്നുണ്ടോ? നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിലേക്ക് നമ്മെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം വിശുദ്ധമാകുവാനും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ മക്കളിലും വരും തലമുറകളിലും വിശ്വാസത്തിൻ്റെ പ്രകാശം ജ്വലിപ്പിക്കണമേ. രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും നിരാശയിലായവർക്ക് പ്രത്യാശയും നൽകണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങയുടെ വിശുദ്ധ സന്നിധിയിൽ ജീവിക്കുവാനുള്ള കൃപ തമ്പുരാനെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.